നടൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നിങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച താരമാണ് പൃഥ്വിരാജ് സുകുമാരൻ. കരിയറിൻ്റെ തുടക്കകാലത്ത് നേരിട്ട സൈബർ ബുള്ളിയിങ്ങിനെ നേരിട്ട് ഇൻഡസ്ട്രിയിലെ മുൻനിര നടന്മാരിൽ ഒരാളായി മാറാൻ പൃഥ്വിക്ക് സാധിച്ചു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും താരം അഭിനയിച്ചു. 7 വർഷത്തോളം നീണ്ടുനിന്ന ആടുജീവിതമാണ് താരത്തിൻ്റെ പുതിയ ചിത്രം. ചിത്രത്തിന് വേണ്ടി പൃഥ്വി നടത്തിയ ട്രാൻസ്ഫോർമേഷൻ വലിയ ചർച്ചയായിരുന്നു. ആടുജീവിതത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സിനിമാ വികടന് നൽകിയ അഭിമുഖത്തിൽ താൻ അഭിനയിച്ച തമിഴ് സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് സംസാരിച്ചു. 2007 റിലീസായ മൊഴിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തമിഴ് സിനിമയെന്നും അത് ഒരു മോഡേൺ ഡേ ക്ലാസിക് ആണെന്നും പൃഥ്വിരാജ് പറഞ്ഞു. അത്തരം ഒരു സ്ക്രിപ്റ്റ് വളരെ അപൂർവമാണെന്നും ഇന്നത്തെ കാലത്ത് ചെയ്താലും അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടമാകില്ലെന്നും പൃഥ്വി അഭിപ്രായപ്പെട്ടു. തനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച സിനിമ കൂടിയാണ് അതെന്നും പൃഥ്വി പറഞ്ഞു. ഞാൻ അഭിനയിച്ച സിനിമകൾ കാണാൻ എനിക്കങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് മൊഴിയായിരിക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഒരു സിനിമ എന്നതിനേക്കാൾ എനിക്ക് അതൊരു നല്ല ഓർമ്മയാണ്. രാധാമോഹൻ എന്ന ജീനിയസ് സംവിധായകൻ്റെ ചിന്തയിൽ വിരിഞ്ഞ ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റാണ്. ഒരു മോഡേൺ ക്ലാസിക് ആണ് മൊഴി. 5 or 6 കഥാപാത്രങ്ങൾ മാത്രമേ ആ സിനിമയിൽ ഉള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്ത ഒരു പെൺകുട്ടി. അവളെ പ്രണയിക്കുന്നതാകട്ടെ ഒരു മ്യൂസിഷ്യൻ. അവൻ്റെ ലോകം എന്ന് പറയുന്നത് മുഴുവൻ ശബ്ദങ്ങൾ മാത്രം. ഇത്രയ്ക്ക് വ്യത്യസ്തമായ ഒരു കഥ. അത് ആളുകൾക്ക് ഇഷ്ടമായത് ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു ചിന്തയെ ഹ്യൂമറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവതരിപ്പിക്കാൻ രാധാമോഹന് മാത്രമേ കഴിയുള്ളൂ. അതിലെ MS ഭാസ്കർ സാറിൻ്റെ കഥാപാത്രത്തിനെയൊക്കെ ഫിലിം സ്കൂളിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. സിനിമയെ കരിയറായി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു റഫറൻസ് പോയിന്റ് കൂടിയാണ് മൊഴി, പൃഥ്വിരാജ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.